ലാഗണം അറിവേ വെളിച്ചം നിറവേ തെളിച്ചം അവിരാമ മഗധാരിൽ കുടികൊള്ളണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. മറക്കാൻ പറ്റില്ല. പ്രിയനും നമ്മുടെ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ നമ്മുടെ മുന്നത്തെ പ്രസിഡന്റ്, ഇവർ രണ്ടുപേരും വളരെ അക്ഷീണ പ്രയത്നം നടത്തി എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയാണ് നമുക്കൊരു 100ഓളം വീട്ടുകാരെ ഇതിലേക്ക് ചേർക്കാൻ പറ്റിയിരുന്നു. പിന്നെ എന്തോ ഒരു പരിപാടികളൊന്നും നടത്താനോ നല്ല പ്രവർത്തനമൊന്നും കാഴ്ചവെക്കാനോ ഒന്നും സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു പുതിയ ജനറൽ ബോഡി കൂടി പുതിയ ഭരണസമിതിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഭരണസമിതിനെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മുനിസിപ്പൽ ചെയർമാനെ കൊണ്ട് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഈ വാർഡിലുണ്ട്. അതെല്ലാം ഈ കൂട്ടായ്മ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗത്തിലേക്ക് അസോസിയേറ്റ് സെക്രട്ടറി ശിവനെ ക്ഷണിച്ചോളൂ. ശിവൻ ടി കെ ക്ഷണിച്ചോളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെയധികം തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ഷിബു ബാലപ്പൻ അവരുടെ വളരെയേറെ ബഹുമാനത്തോടെ ഹാർദവമായി സിത്താര റെസിഡന്റ് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ സുരേഷ് CS അവരുടെ വളരെയേറെ ബഹുമാനത്തോടെ സിത്താര റെസിഡന്റ് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഹാർദമായി സ്വാഗത കൗൺസിലർ ശ്രീമതി പ്രീതി ബാബുവിനെ വളരെയേറെ ബഹുമാനത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രാസലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ KK രാജു സാർ അവരുടെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രസിഡന്റ് ശ്രീ PD ഔസേപ്പ് സണ്ണി അവർക്ക് ഇന്ന് ഈ യോഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് ശ്രീമതി അനിത കൃഷ്ണൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് ഈ പരിപാടിയുടെ അധ്യക്ഷനായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SRIയുടെ ട്രഷറർ ശ്രീ സുമേഷ് PS, SRIയുടെ ഓഡിറ്റർ ബഷീർ ED, SRIയുടെ രക്ഷാധികാരി ശ്രീ KK അയ്യപ്പൻ, നന്ദി പറയുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള SRIയുടെ ജോയിന്റ് സെക്രട്ടറി രാജീവ് മനോജ് എന്നിവരെ വളരെയേറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SRIയുടെ ഭരണസമിതി അംഗങ്ങൾ, രക്ഷാധികാരികൾ, SRI കുടുംബാംഗങ്ങൾ, ഏതെങ്കിലും വ്യക്തികൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ചേർത്ത് എല്ലാവരെയും വളരെയേറെ സ്നേഹ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്ന് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ സിത്താര നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിബു അവർ പ്രതിപക്ഷ നേതാവ് മുഖ്യപ്രഭാഷണം നടത്താനെത്തിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സുരേഷ് അവർ, നമുക്ക് രാസലഹരിക്ക് ക്ലാസ് നടത്താൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ഇൻസ്പെക്ടർ രാജു സർ, നമ്മുടെ മുഖ്യാതിഥിയായും ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ശ്രീമതി നമ്മുടെ വാർഡ് കൗൺസിലറായ ശ്രീമതി പ്രീതി ബാബു, പിന്നെ നമ്മുടെ രക്ഷാധികാരികളായി ഇവിടെ നമ്മുടെ SRIയുടെ നമ്മുടെ എല്ലാം മുതൽക്കൂട്ടായ 3 രക്ഷാധികാരികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ, സുകുമാരൻ ചേട്ടൻ, രവി ചേട്ടൻ, പിന്നെ നമ്മുടെ ഓഡിറ്റർ ബഷീർക്ക, മുഖ്യ ആശംസകൾ അർപ്പിക്കാനുള്ള ട്രഷറർ സുമേഷ്, മറ്റു ഭരണസമിതി അംഗങ്ങളെ, നമ്മുടെ SRIയുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങ് 2 വർഷം മുന്നേ നടക്കേണ്ടതായിരുന്നു. പക്ഷേ
പല പല കാരണങ്ങളാൽ, അതായത് ആദ്യ നാളുകളിൽ കുറേ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയെങ്കിലും പിന്നെ അത് മന്ദഗതിയിലാവുകയും ആ തുടക്കത്തിൽ കുറേ ബോർഡുകളും സംഭാവനയുടെ പല കസേരകളും വീടുകളുടെ നമ്പറുകൾ ഇടാൻ മാത്രമേ ആ കാലഘട്ടത്തിൽ സാധിച്ചുള്ളൂ. പിന്നീട് അത് മന്ദഗതിയിലാവുകയും നിലച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പുതിയ 10 അംഗ കമ്മിറ്റി പുനർനിർമ്മാണത്തിനായി താൽക്കാലികമായി രൂപീകരിക്കുകയും അതിലെ 8ഓളം പേരുള്ള സംഘം അത് നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങുകയും ഓരോ SRA കുടുംബാംഗങ്ങളെയും ചെന്ന് കണ്ട് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മുടെ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടുകയും അതിൽ ഞാനടക്കം 11 അംഗ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും 3 രക്ഷാധികാരികളെ ഇതിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ പ്രവർത്തനം ഒരു വർഷക്കാല അവധിയാണ് ഉള്ളത്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഇന്ന് പിന്നീട് വന്ന 2-3 ഭരണസമിതികൾ കൂടുകയും അതിൻ്റെ ഭാഗമായി വന്ന ചർച്ചയിൽ പെട്ടെന്ന് തന്നെ ഒരു ഉദ്ഘാടനം നടത്തണമെന്ന് തീരുമാനിക്കുകയും ഭരണസമിതി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചെറിയ തോതിൽ ഈ ഉദ്ഘാടനം നടത്താൻ നമ്മൾ ഇവിടെ തീരുമാനിച്ചതും ഇത് വന്നുകൂടിയിരിക്കുന്നതും. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇത്രയും കൊണ്ടെത്തിക്കാൻ പറ്റിയത് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്. അത് ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഇതിലും നല്ല രീതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിയുമെന്ന് പറ്റും എന്നും അതിനെല്ലാം ഞാനടക്കമുള്ള 11 ഭരണസമിതി അംഗങ്ങൾ മുന്നിലുണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചാലക്കുടിയിലെ വികസനത്തിന് വേണ്ടിയിട്ട് 10-30 വർഷക്കാലമായിട്ട് ഒരു വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് വളരെ ചെറുപ്പം മുതലേ തന്നെ അറിയാം. ഞാനന്ന് കോടതിയിലുള്ള സമയത്ത് തന്നെ ആളുടെ വൈഫായിട്ടും ആളായിട്ട് നല്ല പരിചയമാണ്. എന്ത് കാര്യങ്ങൾ സംസാരിക്കാൻ ചെല്ലാനും ഒരു പ്രയാസം കൂടെ തന്നെ സംസാരിക്കാം. ആളോടായാലും വൈസ് ചെയർമാനായിരുന്ന ആളുടെ വൈഫിനോടായാലും എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. പ്രതിപക്ഷ നേതാവാണ് തിരുവോണുന്നത്. നമ്മുടെ SRA രക്ഷാധികാരികളുണ്ട് 3 പേര്. അവർ 3 ആളും കൂടി ക്ലാസ് എടുക്കാൻ വന്ന സാറും നമ്മുടെ സെക്രട്ടറി സിത്താര നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ 2ാം വർഷത്തിലെ പുതിയ ഉദ്ഘാടനം ഒരു പുതിയ തുടക്കം വീണ്ടും കുറിക്കുന്ന ഒരു വലിയ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത കൃഷ്ണൻ, നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യ പ്രഭാഷണം നടത്തുന്ന നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ CS സുരേഷ്, ഈ വാർഡിൻ്റെ കൗൺസിലർ, നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി പ്രീതി ബാബു, ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ആനുകാലിക പ്രശ്നമായിട്ടുള്ള ലഹരി സംബന്ധിച്ച് നമുക്ക് സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചാലക്കുടി എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശ്രീ KK രാജു, നമുക്ക് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ശിവൻചേട്ടൻ, മറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാ പ്രദേശങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള കൂട്ടായ്മകളും ഇതുപോലെയുള്ള സംഘടനകളുമൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും നമ്മുടെ നാടിൻ്റെ പൊതുവായ വിഷയങ്ങളിലൊക്കെ നന്നായി ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഓരോ പ്രദേശത്തിൻ്റെയും വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ
ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാകുന്നത് എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട ഇക്ക സൂചിപ്പിച്ച ആരംഭത്തിലെ നിർദ്ദേശിച്ച കാര്യങ്ങളോട് വളരെ സന്തോഷപൂർവ്വം വളരെ താല്പര്യപൂർവ്വം തന്നെ ഞാനതിനെ കാണുകയാണ്. ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഇത് പ്രീതി പറയിപ്പിച്ചതാകാനാണ് സാധ്യത. വേഗം പുല്ലുവെട്ടായാലും മറ്റു കാര്യങ്ങളായാലും ഇതേപോലെ തന്നെയുള്ള ആവശ്യങ്ങൾ വേണ്ട തലങ്ങളിൽ അറിയിക്കാനും ഇടപെടാനും ഒക്കെയുള്ള ഒരുപാട് സഹപ്രവർത്തകർ വിവിധ തലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലാവാം, അതുപോലെ തന്നെ മറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാകാം. ഒരുപാട് പേര് സജീവമായി അത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ വാർഡുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാകും, അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ പൊതുവിഷയങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടാനും അത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും ഓർമ്മപ്പെടുത്താനൊക്കെ നന്നായിട്ട് പരിശ്രമിക്കുന്ന കുറേയേറെ സഹപ്രവർത്തകർ നമ്മുടെ പ്രദേശത്ത് തീർച്ചയായിട്ടും ഉണ്ട്. മുൻകാലത്തെ അപേക്ഷിച്ച് സാധാരണയായിട്ട് നമുക്ക് കടുത്ത വേനൽക്കാലത്താണ് ഈ കാടും പുല്ലും ഒക്കെ വളരുന്ന സാഹചര്യം പരമാവധി കുറവുണ്ടാകുക. മഴ കാലമാകുന്നതോട് കൂടിയിട്ടാണ് വഴിയോരങ്ങളിലൊക്കെ നമ്മുടെ കാടും പുല്ലും ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുക. കടുത്ത വേനൽക്കാലത്തും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും മറ്റും നമ്മുടെ റോഡുകളിലും വഴിയോരങ്ങളിലും പൊതു ഇടങ്ങളിലും ഒക്കെ നിരന്തരമായി കാട് വളരാൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, അത് ശുചീകരണമായാലും അതുപോലെ തന്നെയുള്ള ദൈനംദിന കാര്യങ്ങളിലൊക്കെ നഗരസഭ ദൈനംദിനം നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ഒന്നാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒന്നും കൂടി വർഷകാലമാകുന്നതിന് ശേഷമാണ് പുല്ലുവെട്ടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇടപെടാനായിട്ട് ശ്രമിക്കാറ്. രണ്ടാഴ്ചയായി നമ്മുടെ ആശങ്ക പുലി എവിടേക്കോ മാഞ്ഞപ്പോ ഇപ്പോ പട്ടിയാണ് കൂടുതൽ അപകടകരമായി. പട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണെങ്കിൽ പോലും ഇപ്പൊ കുറെ കൂടി നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, പ്രത്യേകിച്ചും 2-3 നായ്ക്കൾ ഈ സന്ദർഭത്തിൽ അടുത്ത കാലത്ത് ചാലക്കുടിയിലും മറ്റുള്ളവരെ കടിച്ച നായ്ക്കൾക്ക് വിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടി വന്നതോടുകൂടി നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും നഗരസഭയ്ക്കും അതുപോലെ തന്നെ ചാലക്കുടിയും ഈ പ്രദേശത്തിലെ പൊതുവായ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള മുഖ്യ സന്ദേശം നൽകാൻ വന്നിട്ടുള്ള രാജ്യസ്വാർ എന്തിനാണോ വന്നത് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സിത്താര നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഈ വാർഷിക യോഗവും ഒപ്പം തന്നെ 2ാം വർഷത്തിലെ ഈ വലിയ ഉദ്ഘാടന പരിപാടിയും ഈ സംഗമവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. രാഷ്ട്രീയം നോക്കാതെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളായാലും തെറ്റ് കണ്ടാൽ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് കണ്ടു. ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പല മർച്ചൻ്റെ ഇതിൽ വരുമ്പോൾ തന്നെ പല കാര്യങ്ങളും മാർക്കറ്റിലായാലും എവിടെയായാലും കണ്ടിട്ടുള്ളതാണ്. ആരുടെ ഭാഗത്തിന് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാനും ശരിയുടെ ഭാഗത്ത് നിൽക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം. വൈസ് പ്രസിഡന്റ് അനിത ചേച്ചി, അതുപോലെ ഈ ധന്യമായ സദസ്സ് ഉദ്ഘാടനം ചെയ്ത ചാലക്കുടിയിലെ പ്രിയങ്കരനായ നഗരപിതാവ്, എൻ്റെ പ്രിയ സുഹൃത്തുമായ ഷിബു ആലപ്പൻ, എൻ്റെ സഹപ്രവർത്തക നിങ്ങളുടെ പ്രിയങ്കരിയായ കൗൺസിലർ പ്രീതി ബാബു, നമ്മുടെ രാസലഹരിയുടെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജു KK, ആശംസകൾ അർപ്പിക്കുന്ന സുമേഷ് PS, ബഷീർ ET, അയ്യപ്പേട്ടൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം പറഞ്ഞ ശിവൻചേട്ടൻ, മറ്റ് സിത്താര നഗറിലെ എൻ്റെ സഹോദരന്മാരെ, കൊച്ചനുജത്തിയനുജന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. പോത്തരച്ചി എന്ന് പറഞ്ഞപ്പോൾ എത്ര നേരം മുഖം പറ്റിയത് അമ്മച്ചി ചിരിക്കണം. ചിരിച്ചാലാണ് നമുക്ക് കൂടുതൽ ആയുസ്സും സന്തോഷം ഉണ്ടാവുള്ളൂ. ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തിൻ്റെ യഥാർത്ഥ ഭംഗി അറിയുള്ളൂ. നോക്കിയപ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ എന്ത് രസമാണ്. നമ്മളെല്ലാവരും ഭംഗിയുള്ള ആൾക്കാരാണ്. നമ്മുടെ ഭംഗി വരുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. കുറേ കളറും കുറേ ആകാര ഭംഗിയും ഉണ്ടായിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മളെ പ്രവൃത്തിയായിരിക്കണം.
നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് നമ്മുടെ വളർച്ചയും നന്മയും ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ തുടങ്ങിയിരിക്കുന്ന റെസിഡന്റ് അസോസിയേഷൻ ഒരു നാടിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ്. ഇതുപോലുള്ള സംഘടനകൾ നടക്കാൻ ഒരുപാട് സമയങ്ങൾ വേണം. ഇന്ന് നമുക്ക് ആർക്കും ഇല്ലാത്തത് സമയങ്ങളാണ്. അന്ന് പ്രത്യേകിച്ച് വലിയ പണിയുമില്ല. സമയത്തിന് വലിയ വില കൽപ്പിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇപ്പൊ പുതിയ ആൾക്കാർ വന്നു, എന്നാലും പഴയ ആൾക്കാർ ഉണ്ടാക്കി വെച്ച ആ ലിസ്റ്റ് എടുത്തുകൊണ്ട് പൊടിയൊക്കെ തട്ടിയെടുത്ത് ഇവർ വീണ്ടും വിളിച്ചു. ഇന്നെല്ലാവരും ഈ ഓർക്കക്ഷീണത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. കേരള സർക്കാരും നഗരസഭയും പറയുന്നൊരു കാര്യമാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ വളർച്ച. ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്തെ കൗൺസിലർക്ക് വലിയൊരു പിന്തുണയാണ്, ഒരു ആശ്വാസമാണ്. പല കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കെങ്കിലും പല കാര്യങ്ങളും റെസിഡന്റ് അസോസിയേഷൻ മുഖേന നടപ്പിലാക്കാൻ പറ്റും. പോലീസിനും എക്സൈസിനും ഒക്കെ ഒരു ആവശ്യമാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പം എൻ്റെ കാലഘട്ടത്തിലൊക്കെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ആര് വന്ന് താമസിച്ചാലും നമുക്ക് ഓരോരുത്തരെ തിരിച്ചറിയാൻ പറ്റും. അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഓരോരുത്തരും. വ്യത്യസ്ത മേഖലയാണെങ്കിലും ഈ കൂട്ടായ്മയ്ക്ക് ഈ റെസിഡന്റ് അസോസിയേഷന് സിത്താരാനഗർ റെസിഡന്റ് അസോസിയേഷന് സാധിക്കും. അതിന് നിങ്ങളുടെ ലീഡറായിട്ടുള്ള വാർഡ് കൗൺസിലർ നല്ലൊരു പ്രവർത്തനമാണ് ചാലക്കുടി നഗരസഭയിലും ഇവിടെയും കാഴ്ചവെക്കുന്നത്. നിങ്ങൾക്കും എനിക്കറിയാവുന്നതാണ്. എല്ലാ വാർഡിലും ഞങ്ങളുടെ അവിടെയൊക്കെ 50 കോഴി 10 കോഴി 5 എൻ്റെ വാർഡിലൊക്കെ 6 പേർക്ക് 7 പേർക്ക് കൊണ്ടുപോകാം. ഇവിടെ ടെമ്പോ വിളിച്ചാണ് സിത്താര നഗറിലേക്ക് കോഴിനോണ്ടില്ല. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകും. അതേമാതിരിയാണ് പ്രീതി മുനിസിപ്പാലിറ്റിക്ക് വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ വാർഡിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നടക്കട്ടെ. അപ്പോൾ നല്ലൊരു കൗൺസിലറെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സമ്മേളനം, ഈ ഇന്നത്തെ ഭാരവാഹികൾക്ക് നല്ല ഊർജവും വിളിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഓടിയെത്തി എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമോ മതമോ വർണ്ണവിവേചനമോ ഒന്നും നോക്കാതെ, പാവപ്പെട്ടവനോ പണക്കാരനൊന്നും നോക്കാതെ നിങ്ങളുടെ ഈ റെസിഡന്റ് അസോസിയേഷൻ നല്ല വിജയത്തിലേക്ക് എത്തണം. അടുത്ത വർഷം അതിഗംഭീരമായിട്ടുള്ള പരിപാടിയിൽ ഈ പ്രദേശത്ത് നിൽക്കാതെ ഇതിനും അധികം 85 കുടുംബത്തിന് മുഴുവൻ ആളുകളും വന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും മാറണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. അടുത്തതായിട്ട് നമ്മുടെ വാർഡ് കൗൺസിലറാണ് മുഖ്യ അതിഥിയായിട്ട് സംസാരിക്കുന്നത്. കൗൺസിലറെ പറ്റി എല്ലാവരും ഞാൻ എന്താ പ്രസംഗിക്കണേന്ന് കാത്തിരിക്കുകയാണ്. ചെയർമാനൊക്കെ തിരക്കുള്ളത്, എന്നാലും ഞാൻ എന്താ പറയണേ എന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും കൂടി. കാരണം നിങ്ങൾക്കറിയാം ഞാൻ വലിയ പ്രാസംഗികയൊന്നുമല്ല, എനിക്ക് പ്രവർത്തിക്കാൻ അറിയാം, പക്ഷെ പ്രസംഗിക്കാൻ ഞാൻ ഏറ്റവും പിന്നിലാണ്. എന്നിരുന്നാലും എനിക്ക് കുറച്ച് എൻ്റെ അനുഭവം എനിക്കൊന്ന് പറയണമല്ലോ. നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ SRAയുടെ സെക്രട്ടറി ശിവൻ ചേട്ടൻ, അധ്യക്ഷത വഹിക്കുന്ന അനിതേച്ചി, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാന്യനായ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ശ്രീ ഷിബു ആലപ്പൻ, മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ആശംസകൾ അർപ്പിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള SRAയുടെ ട്രഷറർ സുമേഷ് PS, ശ്രീ ബഷീർ ET, ശ്രീ അയ്യപ്പൻ KK രക്ഷാധികാരി, രാസലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ രാജു സാർ, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SRAയുടെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. നമ്മുടെ ഈ SRA അസോസിയേഷൻ 2 കൊല്ലം മുന്നേ ആരംഭിച്ചതാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം പുതിയ ഭരണസമിതിക്ക് വന്നതിനെ തുടർന്നാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ വാർഡിൽ 5ഓളം അസോസിയേഷനുകളുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന റെസിഡൻസ് അസോസിയേഷനുള്ള ഒരു വാർഡിലെ കൗൺസിലർക്ക് പണിഭാരം പകുതി കുറയും. കാരണം എനിക്ക് രാവിലെ ഒരു 6-ന് 6:30 ഇടയിൽ നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കോള് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും വന്നിരിക്കും. കാരണം അവിടെ പൈപ്പ് പൊട്ടി, ആൾ 6 മണിക്ക് നടക്കാൻ പോണ ആളാണ്.
ആ പോണ വഴിയിൽ ആള് കാണുന്ന പോരായികളൊക്കെ എന്നെ വിളിച്ച് പറയും, ദേ അവിടെ ലൈറ്റ് കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ, ദേ അവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ, ദേ അല്ലെങ്കിൽ അവിടെ കാട് പിടിച്ചു കേട്ടോ, അതവിടെ പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിത്യം നമ്മളോട് പറഞ്ഞു തന്നെ അയ്യപ്പേട്ടനെ പോലുള്ള പലരും ഇതിലുണ്ട്. എനിക്കിവിടെ ഈ 4.5 കൊല്ലത്തിന് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാനുള്ള ഒരു കാര്യം, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ് ഈ വാർഡിലുള്ളത്. കാരണം രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ചേരിതിരിവും വക്കോരുകളും പലതും ഉണ്ടാകുമെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൗൺസിലറായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് യാതൊരുവിധ പക്ഷഭേദവും ഇല്ലാതെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനും നല്ലത് ചെയ്താൽ അഭിനന്ദിക്കാനും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടാനും പോരായ്മകൾ വരുമ്പോൾ അത് തിരുത്താനുമുള്ള ഇവിടുത്തെ ജനങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവരോട് നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നാം ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾക്ക് ഒരു ചെന്ന് ആശ്രയം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നം പറയാനായിട്ട് നമുക്കൊരു സംവിധാനമുണ്ടെന്നൊരു തോന്നൽ, അത് നമ്മുടെ ഈ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ തോന്നൽ ഉണ്ടാക്കാൻ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തി പരിചയമുള്ള, അതുപോലെ തന്നെ നമ്മുടെ സുകുമാരൻ ചേട്ടനുണ്ട്, നമ്മുടെ രവിചേട്ടനുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല. ശിവൻ ചേട്ടൻ, നമ്മുടെ അനിതേച്ചി, നമ്മുടെ ഒരു അധ്യാപിക തന്നെയാണ് നമ്മുടെ അനിതേച്ചി. അപ്പം എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഇതിലുണ്ട്. നമ്മുടെ ബഷീർക്ക, നമ്മുടെ കോടതി വർഷങ്ങളായിട്ട് മാലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെന്നിടപെടാൻ പറ്റുന്ന ആളാണ്. പിന്നെ അങ്ങനെ എല്ലാ നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമയായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഭരണസമിതിയിലുള്ളവർ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന, അതായത് നമുക്കിന്ന് തുടക്കം കുറിച്ച ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ നമ്മുടെ സുബ്രഹ്മണ്യേട്ടനെയും നമ്മുടെ പ്രിയൻ ചേട്ടനെയും ഒക്കെ ചേർത്ത് ഇണക്കി നമ്മൾ കൊണ്ടുപോയി നമ്മുടെ SR എന്ന അസോസിയേഷൻ നമ്മുടെ വാർഡിലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ തന്നെ ഏറ്റവും നല്ല അസോസിയേഷനായിട്ട് മുന്നോട്ട് പോകണമെന്നും എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും എനിക്കുണ്ടാകണമെന്നും തിരിച്ചുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ചെയർമാനും കാര്യപരിപാടിയിൽ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ആശംസകൾ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ആശംസകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത് കാരണം ക്ലാസ്സുകൾ തുടങ്ങാനുള്ള പരിപാടിക്ക് സാറിന് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മളെ പ്രതിപക്ഷം അവരുടെ കൈയടി കൊടുക്കുക, നിങ്ങളെല്ലാവരും അങ്ങനെ ഉണ്ടാവില്ലേ? ഇത് കേൾക്കണം, നല്ലൊരു ക്ലാസ്സാണ്. അതുമാതിരി തന്നെ അനുസരിക്കുകയും വേണം. തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, കുട്ടികളെ, നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ പോത്തർച്ചി കൂട്ടിയിട്ട് മിണ്ടാവരാണ്ടിരിക്കണല്ലോ അല്ലേ? എന്തായാലും ചിത്താര റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ 2 വർഷക്കാലം ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കും. ഉദ്ഘാടന കർമ്മം ചില സാങ്കേതിക കാരണങ്ങൾ നിർവഹിക്കാൻ സാധിച്ചില്ല. എന്തായാലും ആ കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നഗരസഭയുടെ ആരാധനായ ചെയർമാൻ ശ്രീ ഷിബു വാലപ്പൻ അവറുകൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളോടും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ സുരേഷ്, അദ്ദേഹം പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ വാർഡിൻ്റെ സജീവ സാന്നിധ്യമായ ശ്രീ പ്രീതി. ഈ ഏതൊരു സംഘടനയെയും വളർത്താന്ന് വെച്ചാൽ നിസ്സാര പണിയല്ല. ജീവനുള്ള തവളനെ തൂക്കം പിടിക്കുന്ന പോലെയാണ്. അങ്ങനെ 94 കുടുംബങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കി വിവിധ പൂക്കളെ ഒരു മാലയിൽ കോർത്തിണക്കുന്ന പോലെ വളരെ സാന്നിധ്യം കൊണ്ടും സജീവമായ സഹകരണം കൊണ്ടും നിങ്ങളുടെ ഒരു പണം കൊടുക്കുകയും എല്ലാവരും ഇതിൽ സഹകരിച്ച ഭാരവാഹികൾ, എന്തായാലും 3 ചുള്ളന്മാരായിരിക്കുന്നു ഫ്രണ്ടിൽ തന്നെ. എന്തായാലും വളരെ സന്തോഷം. എനിക്ക് ഇരുന്നോളൂ കൈപ്പെട്ട. എന്തായാലും നമ്മൾ ഇവർ കുറച്ച് കഴിഞ്ഞാലും, നേരത്തെ ശിവചേട്ടനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ വരും. അത് ഇതിനെ ഈ നിലവിളക്ക് പോലെ പ്രകാശം ജ്വലിച്ചിരിക്കണം വേണ്ടേ? കുറച്ച് കഴിയുമ്പോഴൊക്കെ ഈ ചങ്ങാതിയൊക്കെ ഇതിന് ഭാരവാഹികൾ, ഇവരൊക്കെ ഇവിടെ നിന്ന് താമസിക്കുന്നുണ്ടോ? ഈ ചങ്ങാതിമാരാവില്ല, ഇവരൊക്കെ വിടും അല്ലേ? ഓക്കെ. എന്തായാലും കുറച്ച് ഏതെങ്കിലും ഒരു സംശയം, സുരജി പോകാൻ തിരക്കുണ്ട്, വീട്ടിലെ തലമുണ്ട് കൊണ്ടാ ഇല്ല? ആ പോണേ, ആ മനസ്സ് കണ്ടപ്പോൾ മനസ്സിലായി ആളെ ചാടാൻ പോണ മാറ്റം പോലെ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാം. എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് രഹസ്യമായിട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് പറയാം. പിന്നെ എക്സൈസിലെ പോലീസിലെ ചില പണ്ടത്തെ ആൾക്കാരെ മാതിരി ഏതെങ്കിലും ആൾക്കാരൊക്കെ ചിലപ്പോൾ വല്ല ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ടവരുണ്ടാവും. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങൾക്ക് വിവരങ്ങൾ കൊടുക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ
ചികിത്സ, ഈ 3 രീതി കൂടെ നമ്മളൊരു കാര്യം ചെയ്യണം. ഒറ്റ കാര്യം ഞാൻ പറയണം, ഒറ്റ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ അവരൊറ്റ ആപ്തവാക്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇരുട്ടിനെ ശപിക്കരുത്. നിങ്ങളുടെ പ്രദേശത്ത് ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു മെഴുതി കത്തിച്ചാലോ ഈ ഏരിയയിൽ നിന്ന് ഇത്രയും അന്ധകാരത്തെ അകറ്റാൻ പറ്റില്ല. 100 കണക്കിന് മെഴുതി കത്തിക്കുകയാണെങ്കിലോ മേലെ നോക്കുമ്പോൾ വലിയ പ്രകാശ ഗോപുരം പോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമില്ലേ വളരെ വലുതാണ്. മനസ്സിലായോ? അത്തരം പ്രവർത്തനത്തിൽ നിങ്ങൾ മുൻതൂക്കം തരണം, മുൻതൂക്കം കൊടുക്കണം. എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെല്ലാവരും. ഇനി നിങ്ങളെ നവോത്ഥാന നായകന്മാർ നിങ്ങൾ. പിന്നെ ഇത് നന്നായിട്ട് പോകുമ്പോഴോ ഇതിന്റെ ഇടയില് ബേബിജിക്ക് അറിയാം കുത്തിരിപ്പ് എന്തൊരുണ്ട്. മനസ്സിലായ? അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ വരുമ്പോ ഒരു ഉഷാറായിട്ട് പോകണം. മനസ്സിലായോ? അവൻ തൃശ്ശൂർ തന്നെ ഇപ്പൊ പല സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോഴും പല പരിപാടിക്ക് എന്നെ വിളിക്കാറുണ്ട്. അവർക്കൊരു സന്തോഷം. മനസ്സിലായ? അപ്പോ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. പ്രാർത്ഥന നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയിക്കും. വളരെ നന്ദി. നല്ലൊരു ക്ലാസ് എന്ന് വെച്ചാൽ നമുക്ക് സമയക്കുറവ് പോലും. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ SRയുടെ ആദ്യത്തെ പരിപാടിയാണ്. അത് നല്ല രീതിയിൽ ആക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ച എല്ലാ SRയുടെ ഒപ്പം നിന്ന കുറേ അംഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട അയ്യപ്പേട്ടൻ, അച്ഛൻ, അതേപോലെ രവിച്ചേട്ടൻ, അവർ 8 പേരുണ്ടായിരുന്നു. അവർ അഹോരാത്രം പണിയെടുത്തിട്ടാണ് നമ്മളെ ഈ കൂട്ടായ്മ ഇതേപോലെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. നമുക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ സിത്താര നഗർ എന്നുള്ള പേര് നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അന്നത്തെ നല്ല സൗഹൃദങ്ങളായിട്ടുള്ള ജോൺസേട്ടൻ, അതുപോലെ ദിവാകരൻ ചേട്ടൻ, അങ്ങനെയുള്ള ഒരു സുഹൃത്തുക്കളായിരുന്നു. അവര് സിത്താര നഗറിൽ സിത്താര നഗർ പേരുണ്ടാവുന്നതിന് മുമ്പ് ഈ അവിടുത്തെ ചായക്കടയും അതിലത്തെ കാലത്ത് വന്ന് പേപ്പർ വായിച്ച് വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ അന്നത്തെ സമയത്ത് ഒരു സിത്താര തോന്നിയിരുന്നു. അപ്പോൾ തോന്നി കഴിഞ്ഞതിന് ശേഷം ഈ ചേട്ടൻ പറഞ്ഞു, സിത്താര എന്ന് പറയുന്നത് ഹിന്ദിയിൽ ഉള്ള വേടിലാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. അപ്പോഴാണ് ആ പേരിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയത്. റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെ, സഹോദരന്മാരെ, ഇതിൽ പങ്കെടുത്ത നമ്മുടെ മെമ്പർമാരെ, കൂടാതെ നമ്മുടെ ഉദ്ഘാടകൻ ഷിബു വാലപ്പൻ, അതുപോലെ തന്നെ നമ്മുടെ അനിത കൃഷ്ണൻ, അതുപോലെ ഇതിൽ ക്ലാസ് എടുത്ത നമ്മുടെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജു സാറ്, ഇതില് അക്ഷമേരായി ഇത്രയും സമയം ഇതില് പങ്കെടുത്ത നിങ്ങളോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. നമ്മുടെ വാർഡ് കൗൺസിലർ പ്രീതി ബാബു പറയുണ്ടായി, അയ്യപ്പേട്ടയുടെ കാര്യങ്ങളൊക്കെ അപ്പാപ്പ അറിയിക്കും എന്നുള്ളത്. കൂടാതെ പട്ടി കടിക്കുന്ന സംഭവം ഈ നാട്ടിൽ വലിയ പ്രക്ഷോഭമായി മാറിയിട്ടുണ്ട്. ഞാനൊരു ദിവസം പറഞ്ഞു, നമ്മുടെ ചുമട്ടുതൊഴിലാളിന് 4 പ്രാവശ്യം പട്ടി തട്ടിയിട്ടു. ആ പട്ടി അപകടകാരിയാണ്, അതിനെ കൊല്ലണമെന്ന് പറഞ്ഞു. അപകടകാരിയായ പട്ടിയെയും ആനയെയും പുലിയെയും കൊല്ലാൻ നിയമം ഇവിടെ ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇന്ന് അവരെ ഉണ്ടാക്കിയിട്ടില്ല. പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഈ രാജ്യം നമ്മളൊന്ന് മനസ്സിലാക്കൂ. പട്ടി ഇവിടുന്ന് പോയി, പട്ടി എങ്ങനെ പോയി എന്നൊന്നും അറിയാൻ പറ്റില്ല. രാജ്യത്ത് സമാധാനമായി അവിടെ ഇവിടെ ചുമട്ടുകാർക്കും കൊച്ചുകുട്ടികൾക്കും അമ്മമാർക്കും ഈ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാക്കി തന്നു. എന്തായാലും വാർഡ് കൗൺസിൽ ചെയ്യുന്ന നന്മയ്ക്ക് പ്രത്യേക നന്മ ഇപ്പോഴും പറയുകയാണ്. വലിയൊരു നന്മ, വലിയ ഗുണമാണ് ചെയ്തത്. നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ നമ്മളെ സംരക്ഷിക്കാൻ ഉറക്കമുറിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ജവാന്മാരുണ്ട്. നമ്മൾ അറിയുന്നില്ലമാക്കിയത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും സഹകരണങ്ങളും സഹായങ്ങളും ഇനിയും ഉണ്ടാകണം. ഇതിലും വലിയ യോഗങ്ങളും അതുപോലെ തന്നെ വലിയ പരിപാടികളും വേണം. ഞങ്ങൾ ഓരോ വീടുകളിൽ ചെന്നപ്പോൾ കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞത്, ഈ ചെറിയ കുട്ടികൾക്ക് വന്നിട്ടുണ്ടല്ലോ, അവർ പറഞ്ഞത്
ഞങ്ങൾക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം, ഞങ്ങൾക്ക് ആരും സഹായിക്കാറില്ല, പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അടുത്ത തവണ ഞങ്ങൾ പാട്ടും ഡാൻസും എല്ലാം ഉൾപ്പെടുത്തി ഗംഭീരമാക്കാം. അപ്പൊ പാട്ടും ഡാൻസും നമ്മുടെ നാളത്തെ ഭാവി. നമ്മുടെ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങള്? അച്ഛൻ മകനെ കുത്തിക്കൊള്ളുന്നു, മകൻ അച്ഛനെ കുത്തിക്കൊള്ളുന്നു, മകള് കൊല്ലുന്നു, അമ്മേനെ കൊല്ലുന്നു, അമ്മ 2 കുട്ടികളെ കൊണ്ടുപോയി ആശുപത്രിക്കാൻ വന്നു. നിങ്ങൾ എല്ലാവർക്കൊക്കെ വായിച്ചിട്ടാവും അറിയാം. ഇതെല്ലാം അറിയുന്നതാണ്. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഈ സ്ഥിതി മാറണമെങ്കിൽ ഈ രാജ്യത്ത് രാസലഹരി അവസാനിപ്പിക്കണം. ആര് എവിടെ പോകുമെന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അതിനുവേണ്ടി സിത്താരയിലെ 94 കുടുംബങ്ങളും ഒന്നായി ഒരുമിച്ച് മുന്നേറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് ഈ സംഘടനയുടെ പ്രസിഡന്റിനോട് പറയാം, അല്ലെങ്കിൽ സെക്രട്ടറിയോട് പറയാം, അല്ലെങ്കിൽ ട്രഷറോട് പറയാം. ഇവർ തമ്മിലുള്ള ഒത്തൊരുമ ഇല്ലെങ്കിൽ ഒന്നും നടത്തില്ല. അങ്ങനെ നമ്മൾ ഇതാക്കി. നമ്മുടെ പ്രസിഡന്റ് സണ്ണിയുടെ കുട്ടിക്ക് സുഖമില്ലാത്ത കാരണം എന്ന് പരാതി ചെയ്തത് ഹോസ്പിറ്റലാണ്. അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റാണ്. അതേമാതിരി തന്നെ ശിവൻ ഈ കാര്യത്തിന് വേണ്ടി ഒറ്റയാൾ പട്ടാളം നടത്തിയ ഒരാളാണ്. അതായത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എല്ലാ വീടുകളിലും കയറി വന്ന് ആളിതിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവരും ബോധവൽക്കരണം നടത്തിയതാണ്. അതുപോലെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ കമ്മിറ്റിക്കാർ പറയുന്നത് വാട്സപ്പിലുള്ള മെസ്സേജുകളൊക്കെ നോക്കാം. ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ അറിയിക്കുക. നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ സണ്ണി ചേട്ടൻ എത്താൻ സാധിച്ചില്ല. ഇന്നത് ചെയ്തത് നമ്മുടെ അനിതേച്ചിയാണ്. അനിതേച്ചിക്ക് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന നമ്മുടെ ശിവൻ ചേട്ടൻ സെക്രട്ടറി, അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ പരിപാടി വളരെ മനോഹരമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ഷിബു സാറിനും പ്രതിപക്ഷ നേതാവ് മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ നേതാവ് CI സുരേഷ് സാറിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ സ്നേഹം നിറഞ്ഞ കൗൺസിലർ പ്രീതി ബാബു, പ്രീതി ചേച്ചിക്കും ഈ വേദിയിൽ നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഏറ്റവും വിജ്ഞാനപ്രദമായിട്ടുള്ള ക്ലാസ്, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന എക്സൈസ് ഇൻസ്പെക്ടർ രാജു സാറിനും വളരെയധികം സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സെക്ഷനാണ് അക്കൗണ്ട് സെക്ഷൻ. അത് വളരെ അധികം മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത സുമേഷ് ഏട്ടനും പിന്നെ നമ്മുടെ സഖാവ് അയ്യപ്പേട്ടനും പിന്നെ നമ്മുടെ ട്രഷറർ ബഷീറയ്ക്കും നന്ദി പറയുന്നു. പിന്നെ അതിലെല്ലാം ഉപരി നമ്മൾക്ക് ഇങ്ങനെ ഒരു വേദി ഇത്രയും മനോഹരമായിട്ട് ഇത്രയധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും എല്ലാം നമുക്ക് തന്ന നമ്മുടെ കുര്യാക്കോസ് ഏട്ടനോടും പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് ഇന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് തന്ന നമ്മുടെ അനിയന്മാർക്ക് നമ്മുടെ പ്രാർത്ഥന ജിതിന, നീരജ അവർക്കും നന്ദി പറയുന്നു. അതിലെല്ലാത്തിലും ഉപരിയായിട്ട് ഇന്ന് ഈ പരിപാടിയിൽ എത്തി വിജയിപ്പിച്ച നമ്മുടെ SRIയിലെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഇനി നന്ദി പറയാനായിട്ട് അത് മാത്രമല്ല, പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഭവന സന്ദർശനമൊക്കെ ആയിട്ട് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ഷൺമുഖേട്ടനും സുബ്രഹ്മണ്യൻ ചേട്ടനൊക്കെയാണ്. അവരൊക്കെ എത്ര നന്നായിട്ട് ഈ പരിപാടി വിജയിപ്പിച്ചു. അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കുക. അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി നന്ദി പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു.